തിരുവനന്തപുരത്തും കനത്ത മഴയാണ്. തിരുവനന്തപുരത്തുള്ള ഒരു സാഹചര്യം കിള്ളിയാർ കരകവിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നഗരത്തിൽ തന്നെ വെള്ളക്കെട്ട് രൂപം കൊള്ളാനുള്ള സാധ്യത പോലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മഴ തുടരുകയാണെങ്കിൽ അമൽ, എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം? തിരുവനന്തപുരത്ത് മലയോര മേഖലയിലും നഗരമേഖലയിലും തീരമേഖലയിലും ഒരുപോലെ തന്നെ മഴ പ്രശ്നം വിതയ്ക്കുകയാണ്. തീരമേഖലയിലാണെങ്കിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ 2 വള്ളമാണ് ചെറിയ ഇടവേളകൾക്കിടയിൽ മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടത്. മലയോര മേഖലയിലെ കാര്യം പരിശോധിച്ചാൽ പൊന്മുടി അടക്കമുള്ള മേഖലയിൽ, അരുവിക്കര അടക്കമുള്ള മേഖലയിലെല്ലാം അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. നഗരമേഖലയിലാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വെള്ളക്കെട്ട് തന്നെയാണ്. വെള്ളക്കെട്ടിന് ഇപ്പോഴും പരിഹാരം കണ്ടെത്താനാകുന്നില്ല. ഇന്ന് ഇപ്പോഴത്തെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്തിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ കഴിയുന്നു. പക്ഷേ ഇപ്പോഴും നഗരത്തിന്റെ പലയിടങ്ങളിലും വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ആ വെള്ളം താഴേക്ക് ഒഴുകി ഇറങ്ങി കിള്ളിയാറിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായും കിള്ളിയാറിന്റെ തീരത്തുള്ള സ്ഥാപനങ്ങളിലും കടകളിലും ഈ പറയുന്ന വീടുകളിലുമൊക്കെ വെള്ളം കയറിയ ബുദ്ധിമുട്ട് ഇപ്പോൾ നേരിടുന്നുണ്ട്. പല വീടുകളിലും വെള്ളക്കെട്ട് എന്ന് തന്നെ പറയാൻ പറ്റുന്ന അവസ്ഥ. തിരുവനന്തപുരം നഗരത്തിൽ മഴ മാറി നിന്നു സഹായിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മഴ കൂടി പെയ്തിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും കാര്യങ്ങൾ ഗുരുതരമായേനെ. രാത്രി മഴയുണ്ടാകും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതനുസരിച്ചാണ് എങ്കിൽ നാളെയും തിരുവനന്തപുരത്തെ സ്ഥിതി ശരിയാകാനുള്ള ഒരു വിധത്തിലുള്ള സാധ്യതയും കാണുന്നില്ല. കാരണം ഈ നഗരത്തിൽ മഴ പെയ്തില്ല എങ്കിലും ഈ നഗരത്തിന് മുകളിലുള്ള മലയോര മേഖലയിലുള്ള അണക്കെട്ടുകൾ തുറന്നുവിടുമ്പോൾ സ്വാഭാവികമായും വെള്ളം താഴേക്ക് വരുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകും. അതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണം. മഴ ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ്. നമ്മൾ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് കാലവർഷത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ട്രെയിലർ മാത്രമാണ്. ഇനിയാണ് മഴയങ്ങോട്ട് പടമങ്ങ് വരാനിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി ഉണ്ടായില്ല എങ്കിൽ പിന്നീട് എന്തുണ്ടാകും എന്നൊരു ചോദ്യമാണ് തിരുവനന്തപുരംകാർ ചോദിക്കുന്നത്. കാലവർഷം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അതിന് മുന്നോടിയായി ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമാണ്. അപ്പോഴും മഴയാണ്. അതിനാൽ തന്നെ പ്രതിസന്ധി പരിഹരിച്ചില്ല എങ്കിൽ തിരുവനന്തപുരം കാലവർഷത്തിൽ വെള്ളത്തിൽ മുങ്ങുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തീർച്ചയായും.